ഹായ്, ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയുള്ള ഒരു ബീഫ് ലിവർ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പം നമ്മൾ അതിന്റെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ബീഫ് ലിവർ നല്ലതായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ഒരു 3-4 പ്രാവശ്യം നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വാഷ് ചെയ്ത് കഴുകിയെടുത്തേക്കുവാണ്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കുക്കറി വെച്ചത് ഒരു വിസിലടിച്ച് എടുക്കാനായിട്ടാണ്. അപ്പം നമുക്ക് അരമുറി സബോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 6 വെളുത്തുള്ളി, ചെറിയ കഷ്ണം 1 ഇഞ്ചി, ഒരു 12 ചെറിയുള്ളി, ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ്, വലിയ തക്കാളിയല്ല, ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളക് ഞാൻ എന്താ വഴറ്റാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിക്കകത്ത് അരച്ചെടുക്കാൻ വേണ്ടി. ഒരു 4 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയുടെ അരമുറി തക്കാളി ഞാൻ ഇതിനകത്ത് മിക്സിക്കകത്തോട്ട് അരപ്പിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ തക്കാളിയുടെ പകുതിയും അരപ്പിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി മൊത്തം നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടി മാറ്റി വെച്ച് വെക്കുവാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിനകത്തോട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് അങ്ങ് അരച്ചെടുക്കുക. മിക്സിക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതങ്ങ് അരച്ചെടുക്കുക. നമുക്ക് അരപ്പ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു പാൻ വെക്കുക. പാൻ വെച്ചതിന് ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോള ആദ്യം നമുക്ക് വഴറ്റിയെടുക്കാം. അരമുറി സബോള എടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചെറിയ ഉള്ളിയും കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഉള്ളി ഐറ്റം അതിൻ്റെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അരമുറി സബോള എടുത്ത് നമുക്ക് ആ ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുന്നു. ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ചീരകം, അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതുപോലെ നല്ലതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു ചെറിയുള്ളി ബാക്കിയുള്ള ചെറിയുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നതോടെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. ചെറിയുള്ളി ഉറപ്പായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയുള്ളിക്ക് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയുള്ള ഒരു റെസിപ്പി ഇതാണ് ചെറിയുള്ളി. അപ്പൊ ചെറിയുള്ളിയും കൂടി ഇട്ട് ചെറിയുള്ളി സബോളയും കൂടെ മിക്സിങ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കൊരു ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഉപ്പ് നമുക്ക് പുറകാലെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ഉള്ളി പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി ഇത് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ആക്കി ഇളക്കിയതിന് ശേഷം നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേന് ഉള്ളി നല്ലതായിട്ട് തന്നെ വഴന്ന് കിട്ടും. ഇത് വഴന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മുടെ സബോളയും ചെറിയുള്ളി എല്ലാം നല്ലതായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള തക്കാളി അതും ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം അതൊന്ന് 2 മിനിറ്റ് നിറച്ച് വെക്കുക. അപ്പം തക്കാളി ഒന്ന് വഴന്ന് നല്ലതായിട്ടൊന്ന് ഉടത്തി കിട്ടാൻ വേണ്ടിയാണ്. അപ്പം അടച്ചു വെക്കുക. അപ്പം ഏകദേശം നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം വഴന്ന് ഈ ഒരു ലെവലിൽ കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയ്ക്ക് ഇച്ചിരി വേണമെങ്കിൽ സ്വല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കും. ഞാൻ ഇവിടെ അത് മുളക് കൂടി ചേർക്കുന്നേ ഇല്ല, ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ ഫ്രൈ ഇതാണല്ലോ നമ്മുടെ ബീഫ് ഫ്രൈയും ഒക്കെ വെക്കാൻ നേരം ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് കൂടുതൽ ഐറ്റമാണ്. നമുക്ക് എരിവാണ് ഇതിനൊക്കെ, ബീഫ് ഫ്രൈ ആയാലും ലിവർ ഫ്രൈ ആയാലും ഒക്കെ എരിവാണ് ഇതിനകത്ത് കൂടി നിൽക്കേണ്ടത്. ഞാൻ ഇതിനകത്ത് കുരുമുളക് പൊടിയും ഈ ചില്ലി ഫ്ലേക്സും ചേർക്കുന്നത്. ഇപ്പൊ നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, നമ്മളെ പച്ചമുളക് എല്ലാം കൂടി ചേർത്തേക്കുന്ന ഒരു അരപ്പൂടെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ആക്കി അങ്ങോട്ട് എടുക്കുക. നമ്മുടെ പച്ചമുളക് എല്ലാം പോട്ട് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് നമ്മുടെ ഗ്രേവിയുടെ ആ ഒരു മസാലക്കൂട്ടുണ്ടോ നല്ല അടിപൊളി സെറ്റായിട്ടാണ് മണം വരുന്നത്. നല്ല അടിപൊളി റെസിപ്പിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം പച്ചമുളക് മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ ഒരു വിസിലടിച്ച് വെച്ചിട്ടില്ല നമ്മുടെ ബീഫ് ലിവർ. അപ്പൊ ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കും. ഈ വെള്ളം നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ച് കഴിയുമ്പോൾ ഈ വെള്ളം പെട്ടെന്ന് തന്നെ ഇത് പറ്റി കിട്ടും കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വെള്ളം പറ്റി കിട്ടും. അപ്പൊ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് 2-3 മിനിറ്റ് നിറച്ചു വെക്കുക. കാരണം ഇതെല്ലാം സെറ്റായി കിട്ടാൻ വേണ്ടി നമ്മുടെ ആ ഗ്രേവി അതിനകത്തെല്ലാം സെറ്റായി കിട്ടാൻ വേണ്ടി മസാലക്കൂട്ടിനകത്ത് സെറ്റായി കിട്ടാൻ വേണ്ടി അടച്ചു വെക്കുക. ഏകദേശം ഇതൊന്നുണ്ട് ഇപ്പൊ നമ്മൾ തുറന്നു വെച്ചൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇതിന്റെ വെള്ളം പറ്റി കിട്ടും. ആ ഒരു മസാലക്കൂട്ടിനകത്ത് അകത്തിലോട്ട് അങ്ങ് പിടിച്ചോളും. ഏതാ നമ്മുടെ ഈ ലിവർ ഫ്രൈക്കകത്തോട്ട് പിടിച്ചു കിട്ടും ഇതിനകത്തോട്ടങ്ങ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇത് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ നമുക്ക് ആ ഒരു ഉദ്ദേശിക്കുന്ന ടേസ്റ്റിലോട്ട് ഈ ഒരു കാര്യം പോകത്തുള്ളൂ. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി അങ്ങ് എടുക്കുക. എന്നിട്ട് ഇനി വെളിച്ചെണ്ണക്കകത്ത് ഇവിടെ പെതുക്കിയിട്ട് നമുക്കിനി ലോ ഫ്ലെയിം വെച്ചതിന് ശേഷം സാവധാനം ഫ്രൈ ആയി കിട്ടിയാൽ മതി. തീ കൂട്ടി നിൽക്കല്ലേ. നമുക്ക് അപ്പോഴത്തേനും വേണ്ടി ഞാൻ തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. സ്വല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു.
എന്നിട്ട് ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ആക്കി. ഇതിപ്പോ നമ്മൾ ഒത്തിരി അങ്ങ് മിക്സ് ആക്കി ഉടച്ചൊന്നും എടുക്കില്ലേ, ലിവർ ആയതുകൊണ്ട് ഇത് ഉടഞ്ഞു പോകില്ലേ. അപ്പൊ ചെറുതായ രീതിയിൽ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതൊന്ന് പാത്രത്തിന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ കണ്ടോ ഇപ്പൊ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് അടിപൊളി ഈ സ്പൈസിക്ക് കുരുമുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസും ഒക്കെ ചെയ്യാൻ നേരം നമുക്ക് ഇതിൽ സ്പൈസി ആവശ്യമുണ്ട്. അപ്പം ഇതിൽ ഞാൻ 1/2 കിലോ ലിവറിന്റെ റെസിപ്പി മാത്രമേ പറയുന്നുള്ളൂ. അപ്പം നമുക്കിപ്പം 3/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തു, 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ കറക്റ്റ് എരിവിനുള്ളൊരു റെസിപ്പി ആയിട്ടുണ്ട്. ഇനിയും സ്വല്പം കൂടി എരിവ് വേണമെന്നുള്ളവർക്ക് സ്വല്പം കുരുമുളക് പൊടിയും ഇച്ചിരി ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിനകത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ നല്ലതായിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ പിന്നെ ഒന്ന് ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കി അങ്ങ് മൂപ്പിച്ചെടുക്കുന്ന രീതിയിലോട്ട് ആവുന്നില്ല. ഏകദേശം ഒരു 80% ഫ്രൈ ആക്കി എടുക്കുന്ന രീതിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. മൊത്തം മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കുന്നില്ല. പിന്നെ നമുക്ക് ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ലായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ മുകളിലുള്ള ഉപ്പ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോയാൽ ഇത്രയും നമ്മൾ മസാലക്കൂട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കൂടി പോയെങ്കിൽ ആ പാടെ പ്രശ്നമായി പോകും. അപ്പം ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവൂ. അപ്പം ഇതുപോലെ ഇളക്കിയെടുത്ത് ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചൊന്ന് ഇളക്കിയെടുത്ത് സാവധാനം വെന്ത് കിട്ടിയാൽ മതി, ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ തീ കൂട്ടി വെച്ചാൽ അടി പിടിച്ച മസാലക്കൂട്ടെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പം വേണ്ട ഈ ലെവലെ മൊത്തം തേങ്ങക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കറിവേപ്പിലയും കൊണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ വേണ്ട ബീഫ് ലിവർ ഫ്രൈ നല്ല അടിപൊളി റെസിപ്പി എൻ്റെ റെഡി ആയിട്ട് കിട്ടിയിരിക്കും. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടോ ചോറിന്റെ കൂടോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടോ എന്ത് വേണമെങ്കിലും നമുക്ക് മിക്സ് ആക്കി അങ്ങോട്ടൊരു പിടിയും ഒരു പിടിച്ചാവുന്നല്ലോ. നല്ല വായിക്കൂടെ വെള്ളം ഒഴിക്കുന്നു. അത് ഞാനിത് കുക്ക് ചെയ്യുന്നോണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ഏകദേശം ഇച്ചിരി പീസൊക്കെ എടുത്ത് കഴിച്ചാണ് കുക്ക് ചെയ്തൊക്കെ. അപ്പം ഈ റെസിപ്പി ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.